ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ന്യൂട്ടെല്ല എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ അതൊരു 3/4 കപ്പോളം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഈ ഒരു ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു ടവലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഈ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ടവലിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരുമ്മി എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടിയിരുന്നു. ഈ ഇതൊരു ജാറിലേക്ക് 3/4 കപ്പോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് സൈഡത്തേക്ക് അതിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂണോളം വാനില എസൻസും പിന്നെ ഒരു 1/4 കപ്പോളം ഓയിൽ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ മിക്സ് ഫസ്റ്റ് ടൈമിലൊക്കെ അടിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടെല്ലയുടെ കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകം പറയാനുള്ളത്, ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മുടെ കടലയുടെ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല, നല്ല ഫൈൻ രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്.